സന്ദർശകരുടെ ഹൃദയം തൊട്ട ഒരു എക്സിബിഷന്റെ വിശേഷങ്ങളാണ് ഇനി. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ കെയർ ആൻഡ് സ്പെഷ്യൽ സ്കൂൾ ആണ് പ്രദർശനം ഒരുക്കിയത്. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ കാലത്തെ സാധ്യതകളും അടുത്തറിയാനായ എക്സിബിഷന്റെ വിശേഷങ്ങൾ ഇനി. സാധാരണ കാണുന്ന ഒരു എക്സിബിഷൻ അല്ല, എന്തുകൊണ്ടും അല്പം സ്പെഷ്യൽ ആയിരുന്നു മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിൽ നടന്ന പ്രദർശനം. ടീച്ച് ടു റീച്ച് എക്സ്പാൻഡിംഗ് പോസിബിലിറ്റീസ് എന്ന പ്രമേയത്തിലാണ് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രദർശനം ഒരുക്കിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം, അസിസ്റ്റീവ് സാങ്കേതിക വിദ്യകൾ, അഡാപ്റ്റീവ് അധ്യയന രീതികൾ, ലൈഫ് സ്കിൽ പരിശീലനം എന്നിവ ഉയർത്തിക്കാട്ടുന്ന എക്സിബിഷൻ. I learned a lot about this. I don't know about this before, صراحة. And I'm very interested to, inshallah, to working together, to cooperate and do things together, inshallah, to help our students, especially the people with autistic, inshallah. ക്യാമ്പസിലെ ഓരോ മുറിയും ഓരോ പ്രദർശന സ്റ്റാളുകളായി മാറി. അവിടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പഠന രീതികൾ, പുതിയ കാലത്തെ ടെക്നോളജിയിൽ പഠന സമ്പ്രദായത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, അങ്ങനെ നീളുന്ന ഓരോ സ്റ്റാളുകൾ. സ്പെഷ്യൽ നീഡ്സിൻ്റെ ഫീൽഡിൽ ന്യൂ ടെക്നോളജി അല്ല അഡ്വാൻസ് ടെക്നോളജി എന്തെല്ലാം ഉണ്ടെന്നും അതിലൂടെ കുട്ടികൾക്ക് ഏതെല്ലാം രീതിയിൽ ട്രെയിനിങ് കൊടുക്കാമെന്നും കുട്ടികളുടെ മനോഹരമായ ആർട്ട് വർക്കുകളുടെ പ്രദർശനവും അങ്ങനെ പറഞ്ഞ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ ടീച്ചിങ് എക്യുപ്മെൻറ്റ്സും തെറാപ്പി എക്യുപ്മെൻറ്റ്സും ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. സന്ദർശകർക്ക് മുന്നിൽ കുട്ടികൾ ചെറു പുഞ്ചിരിയോടെ നിന്നു. തങ്ങളുടെ മിടുക്ക് പുറത്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകൾ ഉത്സാഹത്തോടെ ചെയ്ത് കാണിച്ചു കൊടുത്തു. കൂടുതൽ സ്പെഷ്യലായ ഒരു എക്സിബിഷൻ കണ്ട പ്രതീതിയിൽ മനസ്സ് നിറഞ്ഞാണ് ഓരോ സന്ദർശകരും എക്സിബിഷൻ ഹാൾ വിട്ടത്. മീഡിയ 1, മസ്കത്ത്.